നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഈ ചോറ് കൊടുത്തു കഴിയുമ്പം അവർ പറയും, ഓ എന്നും ചോറാണോ, ഈ ചോറ് കഴിച്ചു മടുത്തു എന്നൊക്കെ പറയുമല്ലേ. എൻ്റെ വീട്ടിൽ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അവനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ചിക്കൻ പുലാവ്. ഇതിപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി പോലെയാണ്. അതായത് ചോറ് വെക്കുമ്പോൾ ഒരു 2-3 കറി വെക്കണം, അത്രയും ടൈം ലാഭിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ പിള്ളേർ ഇത് കാണുമ്പോൾ ഒരു വെറൈറ്റി ആണല്ലോ എന്ന് വെച്ചാൽ അത് കഴിക്കുകയും ചെയ്യും. അധികം വർത്തമാനം പറഞ്ഞ് മടുപ്പിക്കുന്നില്ല. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാവേ. അതായത് ഒരു നോൺ സ്റ്റിക്ക് പാത്രം വെക്കുക, അതിനകത്തേക്ക് കുറച്ച് എണ്ണയും അതായത് സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിക്കുക. ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്കിന് ഇതിനകത്തേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പു പിന്നെ കുറച്ച് ജീരകം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഒരു 3-4 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോഴത്തേക്കിന് ഇതിനകത്തേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം, ഒരു ചെറിയ തക്കാളി. എന്നിട്ട് അതും കൂടി ഇട്ട് ഇത് മിക്സ് ആയി കഴിയുമ്പോഴത്തേക്കിന് ഇതിനകത്തേക്ക് പൊടികളിലായിട്ട് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചിക്കനും കൂടെ ഈ മസാലയിലേക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി കുറച്ച് തൈരും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 3 മിനിറ്റ് നമുക്ക് ഇത് ഇതേപോലെ തന്നെ ഒന്ന് വേവാൻ വേണ്ടി വെക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മുടെ ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2.5 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് ചെറു ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് 2.5 ഗ്ലാസ്സിന് 3.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനൊപ്പം കുറച്ച് കരിയാപ്പിലയും മല്ലിയിലയും അതേപോലെ തന്നെ ഒരു നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇത് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കിന് നമ്മുടെ അരി കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഇനി ഇത് തുറന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് നെയ്യും കൂടെ നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റും കൂടി ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് സെറ്റായിട്ട് കിട്ടും. ഇതെന്താണേലും പിള്ളേർ വേണ്ടെന്ന് പറയത്തില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം.